ഹലോ എവരിവൺ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മെം സീരീസിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിലെ സുപ്രധാന മേഖലകളായിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കുകളിലെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഫ്രീ സീരീസ് ആണ് മെം സീരീസിൽ നമ്മൾ ഇതിനകം തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ നമ്മുടെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് അതുകൂടി ഉപയോഗപ്പെടുത്തുക. സോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇംഗ്ലീഷിലെ 10 ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് ഇന്ന് വരുന്നത്. ഇത് കഴിഞ്ഞ 2025 ഡിഗ്രി പ്രിലിംസ് ആദ്യഘട്ട പരീക്ഷയിലെ 10 ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങൾ ഇതിനകം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി കാണുക. ചോദ്യം ഇതാണ്. യെസ്റ്റർഡേ ടീം പാർക്ക്ഡ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് ദ പോലീസ് ഡാഷ് ഹിസ് ട്രാക്ക്. ടീം എന്ന് പറയുന്ന ഒരാൾ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ നിരോധിത മേഖലയിൽ, പാർക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു മേഖലയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. അങ്ങനെ പോലീസ് വന്ന് അയാളുടെ ട്രക്ക് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പോലീസ് ട്രക്ക് എടുത്തുകൊണ്ട് പോയി എന്ന് പറയാം. നമ്മൾ വളരെ സിമ്പിളായിട്ട് ടേക്ക് അല്ലെങ്കിൽ അറസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ സീസർ എന്നൊക്കെ പറയും. പക്ഷെ അതിന് കറക്റ്റ് ഒരു ടേം ഉണ്ട്. ഏതാണ് ആ ടേം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇംപൗണ്ടഡ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വസ്തു എന്ത് ചെയ്യുക, നിയമപരമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് ഇംപൗണ്ടഡ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇംപൗണ്ടഡ് എന്ന് പറയുന്നത് സീസ് അല്ലെ, പിടിച്ചെടുക്കുക. ആൻഡ് ടേക്ക് ലീഗൽ കസ്റ്റഡി ഓഫ് ഒരു വസ്തുവിന്റെ, അത് എന്താകാം, വാഹനമാകാം, ഗുഡ്സ് ആകാം, ഡോക്യുമെന്റ്സ് ആകാം. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ നിയമവിധേയമായിട്ട് പിടിച്ചെടുക്കുന്നതിനാണ് ഇംപൗണ്ടഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ആൻ ഇൻഫ്രിങ്മെന്റ് ഓഫ് ലോ, അയാൾ നിയമം ലംഘിച്ചത് കൊണ്ടാണ് അത് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് യൂണിഫോം തസ്തികകളിലേക്കൊക്കെ നമുക്ക് ഒരു ലീഗൽ ടേം ആയിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്. ദെൻ ഇംപ്രിസൺഡ് എല്ലാവർക്കും അറിയാം. തടവിലാക്കുക, തുറങ്കിൽ അടയ്ക്കുക, ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ്. കെപ്റ്റ് ഇൻ പ്രസൻ, ക്യാപ്റ്റീവ് കേട്ടോ. ക്യാപ്റ്റീവ് എന്ന ടേം കൂടി നോട്ട് ചെയ്ത് വെക്കുക. തടവിലാക്കുക എന്നാണ്. ദെൻ ഇംപെയിൽഡ് എന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് മുറിക്കുന്നതിനാണ് ഇംപെയിൽഡ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫിക്സ് ഓർ പ്യൂഴ്സ് വിത്ത് എ ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്. ദെൻ ഇന്റേൺഡ് നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന അർത്ഥത്തിനും പറയാറുണ്ട്. ദെൻ കൺഫൈൻ ആസ് എ പ്രിസണർ, ഒരാളെ എന്താക്കുക, ഒരു പ്രിസണർ ആക്കുക എന്ന അർത്ഥത്തിന് വരും. എസ്പെഷ്യലി ഫോർ പൊളിറ്റിക്കൽ ഓർ മിലിറ്ററി റീസൺ, രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരാളെ തടവിലാക്കുന്നതിന് ഇന്റേൺഡ് എന്ന് പറയാറുണ്ട്. അല്ലാതെ ഇന്റേൺഷിപ്പ് എന്ന അർത്ഥത്തിനും ഇന്റേൺഡ് ഉപയോഗിക്കാറുണ്ട്. then അടുത്തത് ഇഡിയംസിൽ നിന്നുള്ള ചോദ്യമാണ്. I was dash when they rang up and informed that I had won a lottery. അവർ എന്നെ ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഡാഷ്, അഥവാ എനിക്ക് സന്തോഷം തോന്നി. പക്ഷേ ഇവിടെ കറക്റ്റ് ഇഡിയംസ് ചേർക്കാനാണ്. ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ, ഓൺ ക്ലൗഡ് ലാൻഡ്, അറ്റ് ലോഗർ ഹെഡ്സ്, റെഡ് ഇൻ ദ ഫേസ്. ഇതാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ഓൺ ക്ലൗഡ് 9 ആണ് സന്തോഷം തോന്നി എന്ന അർത്ഥത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നമുക്ക് ബാക്കി ഇഡിയംസിന്റെ മീനിങ് കൂടി നോക്കാം. ഫ്ലൈയിങ് ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ലോസ് വൺസ് ടെമ്പർ സഡൻലി അൺഎക്സ്പെക്റ്റഡ്ലി. നമുക്ക് നമ്മുടെ കൺട്രോൾ, നമ്മുടെ ടെമ്പർ തെറ്റുന്നതിനാണ് ഫ്ലൈയിങ് ഓഫ് ദ ഹാൻഡിൽ അല്ലെ. നമ്മുടെ സമനില തെറ്റുന്നതിനാണ് ഫ്ലൈയിങ് ഓഫ് ദ ഹാൻഡിൽ. നമ്മൾ ഹാൻഡിൽ കൈവിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, സമനില തെറ്റും, വണ്ടി എവിടെയെങ്കിലും പോയിടിക്കും. അതേപോലെയാണെന്ന് ഓർക്കുക. ദെൻ ഓൺ ക്ലൗഡ് 9 വളരെയധികം സന്തുഷ്ടൻ എന്ന അർത്ഥത്തിലാണ് ഓൺ ക്ലൗഡ് 9. ദെൻ അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളോട് വിയോജിപ്പ് തോന്നുക, ഡിസ്അഗ്രിമെന്റ് അല്ലെങ്കിൽ ഇൻ വയലന്റ് ഡിസ്പ്യൂട്ട്, വലിയ തർക്കത്തിൽ ഏർപ്പെടുന്നതിനാണ് അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം. ദെൻ റെഡ് ഇൻ ദ ഫേസ്, പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. റെഡ് ഇൻ ദ ഫേസ്, മുഖത്ത് ചുവപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ, ടു എ പേഴ്സൺസ് ഫേസ് ബിക്കമിങ് ഫ്ലഷ്ഡ് ഓർ റെഡ് ഡ്യൂ ടു സ്ട്രോങ് ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസ് സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ മുഖം എന്താകും, വിവർണമാകും. നമ്മൾ മുഖം വിവർണമാകുക എന്ന് പറയുന്നത് ഇമോഷൻസ് കാരണമായിട്ടാണ് അല്ലെ. നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ സങ്കടം അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മുടെ മുഖം വിവർണമാകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷൻ, പനിയോ അല്ലെങ്കിൽ പൊള്ളലേറ്റോ മുഖങ്ങൾ റെഡ് ആകുന്ന അവസ്ഥയാണ്. അത് വളരെ പ്രത്യക്ഷത്തിൽ വരുന്ന ഒരു സംഗതിയാണ് അല്ലെ. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ. ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ ഇൻ ബോളിവുഡ് മൂവീസ്. ബോളിവുഡ് ചിത്രത്തിൽ ഒരു നായകൻ എന്ന രീതിയിൽ അയാളുടെ ഫസ്റ്റ് അപ്പിയറൻസ് ആണ്. അപ്പൊ അയാളുടെ ഫസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു ടേം ആണ്, ഡെബ്യൂ ആണ് അല്ലെ. ഡെബ്യൂ, പുതുമുഖ നായകൻ എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ഡെബ്യൂ, ആക്ടർ എന്നാ പറയാ. ഡെബ്യൂ എന്ന് പറഞ്ഞാൽ പുതുമുഖം.
ഓക്കെ അല്ലേ? അപ്പൊ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ദെൻ ഇവിടെ മാസ്റ്റർ പീസ് നിങ്ങൾക്ക് അറിയാം അല്ലെ? മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന ക്ലാസിക്കൽ ആയിട്ടുള്ള വർക്ക്സ്, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നതിൽ ഏറ്റവും മികച്ച വർക്കിനാണ് മാസ്റ്റർ പീസ്. ഇപ്പോൾ ഒരാൾ ചെയ്ത ഏറ്റവും മികച്ച ചിത്രത്തെക്കുറിച്ച് മാസ്റ്റർ പീസ്, അല്ലെങ്കിൽ ഒരാൾ ചെയ്ത ഏറ്റവും മികച്ച പുസ്തകത്തെക്കുറിച്ച് മാസ്റ്റർ പീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ബാക്കി 2 വൺ വേർഡ്സ് കൂടി വരുന്നുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. കൾമിനേഷൻ. എന്താണ് കൾമിനേഷൻ? ദ ഹയസ്റ്റ് ഓർ ക്ലൈമറ്റിക് പോയിന്റ് ഓഫ് സംതിങ്. ഒരു വസ്തുവിന്റെ ഏറ്റവും ഉയർന്ന ഒരു സമയം, അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയം, എസ്പെഷ്യലി ആസ് അറ്റൈൻഡ് ആഫ്റ്റർ എ ലോങ് ടൈം. ഒരു വലിയ സമയത്തിനു ശേഷം ഒരു വസ്തുവിന്റെ ഏറ്റവും ക്ലൈമാക്റ്റിക് ആയിട്ടുള്ള നാടകീയമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു മൊമെന്റിനാണ് കൾമിനേഷൻ എന്ന് പറയുന്നത്, നിർണായക നിമിഷം. ദെൻ ഓംനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വൈഡ് സ്പ്രെഡ്, എല്ലാ സ്ഥലത്തും കാണുന്ന അവസ്ഥ. നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓംനി പ്രസൻസ് എന്ന് പറയും. സർവ്വവ്യാപിയാണ് ദൈവം, സർവ്വവ്യാപിയാണ് എന്ന അർത്ഥത്തിന് ഓംനി പ്രസൻസ്, എല്ലായിടത്തും കാണുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഈ ഓമിനി എന്ന പദം നോക്കി വെക്കുക. ഓമിനി എന്ന പദത്തിനർത്ഥം എല്ലാ സ്ഥലത്തും കാണുന്നത്, അല്ലെ? എല്ലാ സ്ഥലത്തും എന്നല്ല, ഏറ്റവും ഉയർന്നത് എന്ന അർത്ഥത്തിനാണ് കേട്ടോ. ഓംനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കാണുന്നത്. ദെൻ ഓമിനി ഉപയോഗിച്ച് നമ്മൾ ഏത് ടേം പറഞ്ഞാലും അതിന്റെ ഏറ്റവും വലിയ വശം എന്ന അർത്ഥത്തിനാണ് കേട്ടോ ഓമിനി. ദൈവത്തിനെ കുറിച്ചുള്ള അഡ്ജക്റ്റീവ് പറയുമ്പോഴെല്ലാം അവിടെ നമുക്ക് ഓമിനി എന്ന ടേം കാണാൻ കഴിയും. ദെൻ അടുത്ത ചോദ്യം ആന്റോണിം അഥവാ വിപരീത പദം എന്ന മേഖലയിൽ നിന്നാണ്. ദ കമ്പനി സെലിബ്രേറ്റഡ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓൾ ദെയർ ഗോൾസ്. അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കിയത് കൊണ്ട് കമ്പനി വിജയം ആഘോഷിച്ചു. അപ്പൊ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വിജയകരമായി പൂർത്തിയാക്കുക, അല്ലെ? അക്കംപ്ലിഷ്മെന്റ് പൂർത്തിയാക്കുക, അല്ലെങ്കിൽ നേട്ടം എന്ന അർത്ഥത്തിനും പറയാം. നേട്ടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? പരാജയം. ഓപ്ഷൻ എയിൽ തന്നെ കിടപ്പുണ്ട്, ഫെയിലിയർ അഥവാ പരാജയം. സെറ്റ് അല്ലേ? സോ ഓപ്ഷൻ എ പരാജയം എന്നാണ്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നടപ്പിലാക്കുക. ഒരു കാര്യം നടപ്പിലാക്കുന്നതിനാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഫ്രൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫലവത്താവുക, അതിനാണ് ഫ്രൂഷൻ. ഡിബേക്കിൾ എന്ന് പറഞ്ഞാൽ എ സഡൻ ആൻഡ് ഇഗ്നോമിയസ് ഫെയിലിയർ, പെട്ടെന്നുണ്ടാകുന്ന പരാജയം, നമ്മൾ ഓർക്കാതെ ഉണ്ടാകുന്ന പരാജയത്തിനാണ് ഡിബേക്കിൾ എന്ന് പറയുന്നത് കേട്ടോ, ഡിബേക്കിൾ. സോ ഓപ്ഷൻസ് കൂടി ശ്രദ്ധിക്കുക. ഇത്തവണ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് അടുത്ത തവണ ഉത്തരമാകും. അങ്ങനെ പല പരീക്ഷകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ അടുത്ത ചോദ്യം, ദ വെദർ ഈസ് സ്യൂട്ടബിൾ ഫോർ സോയിങ് സീഡ്സ്. നമ്മുടെ കാലാവസ്ഥ വിത്ത് വിതയ്ക്കാൻ അനുകൂലമാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു കാര്യത്തിന് അനുകൂലമായിട്ടുള്ള അത് എന്ന അർത്ഥത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന പദം ഏതാണ്? ഓപ്ഷൻ എയും ബിയും കാണുന്നവർക്ക് മനസ്സിലാകും, 2-1 ഉത്തരം. അതെ, 2-1. കോൺജെനിയൽ എന്നാണ് ഉത്തരം കേട്ടോ. കോൺജെനിയൽ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങൾ ജെനിറ്റൽ എന്ന് എവിടെ കണ്ടാലും ജനന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ് എന്ന് ഓർക്കുക കേട്ടോ. ജെനിറ്റൽ എവിടെ കണ്ടാലും ജനന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ് എന്ന് ഓർത്ത് വെക്കുക. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കോൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ ഓഫ് എ ഡിസീസ് ഓർ ഫിസിക്കൽ അബ്നോർമലിറ്റി പ്രസന്റ് ഫ്രോം ബർത്ത്. ജനിച്ചത് മുതൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങളാണ് കോൺജെനിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഒരാൾക്ക് ജന്മനാ കിട്ടുന്ന അസുഖം. ദെൻ കോൺജെനിയൽ എന്ന് പറഞ്ഞാൽ പ്ലസന്റ് ഓർ അഗ്രിയബിൾ ബിക്കോസ് സ്യൂട്ടഡ് ടു വൺസ് ടേസ്റ്റ് ഓർ ഇൻക്ലിനേഷൻ. അനുകൂലമായിട്ടുള്ള അവസ്ഥയ്ക്കാണ് കോൺജെനിയൽ കേട്ടോ. അനുകൂല അവസ്ഥയ്ക്ക് കോൺജെനിയൽ എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ ഉത്തരമായിരുന്നത്. ദെൻ കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ എന്താ? പകർച്ചവ്യാധിയാണ് അല്ലെ. ഓഫ് എ ഡിസീസ് സ്പ്രെഡ് ഫ്രോം വൺ പേഴ്സൺ ഓർ ഓർഗാനിസം ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിക്കുന്ന അസുഖം അഥവാ പകർച്ചവ്യാധിക്കാണ് കോണ്ടേജിയസ് എന്ന് പറയുന്നത്. ദെൻ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷനിൽ ഏർപ്പെടുക എന്ന അർത്ഥത്തിലും നമുക്ക് പറയാം. മറ്റു പല അർത്ഥങ്ങളും അതിനുണ്ട്. ദെൻ ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് ഇൻകറക്ട്ലി. ഇവിടെ തെറ്റായിട്ടുള്ള പദം ഏതാണ്? തെറ്റായിട്ടുള്ള പദം ഓൺട്രപ്രണർ ആയിരുന്നു അല്ലെ. ഓൺട്രപ്രണർ ആയിരുന്നു, കാരണം അവിടെ എന്തിന്റെ ആവശ്യമില്ല? യുവിന്റെ ആവശ്യമില്ല. ഈ കഴിഞ്ഞിട്ട് യുവിന്റെ ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. ബ്യൂറോക്രാറ്റ്, ഇന്റലിജൻസിയ, സെപ്പൻജോറേരിയൻ, ബാക്കിയുള്ള 3 ഓപ്ഷൻസും കറക്റ്റ് ആയിരുന്നു. then അടുത്ത ഫോറിൻ വേർഡ്സ് ആണ്. ഫോറിൻ വേർഡ്സിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. റെസ്പോണ്ടഡ് സിൽ വാസ് ഫ്ലൈറ്റ് എന്ന വാക്കിനർത്ഥം എന്താണ്? റെസ്പോണ്ട് എന്നത് കണ്ട് ചില ആളുകൾ ചിലപ്പോൾ ഊഹിച്ചിട്ടുണ്ടാകും. പ്ലീസ് റെസ്പോൺസ് അല്ലെങ്കിൽ ആൻസർ പ്ലീസ് ആൻസർ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. ദയവായി ഉത്തരം പറഞ്ഞാലും. ആൻസർ പ്ലീസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമ്മൾ മെം സീരീസിൽ തന്നെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഓക്സിലറി ആണ് ചോദിച്ചിട്ടുള്ളത്. ദ തീവ്സ് ഡാഷ് ദ അപ്പാർട്ട്മെന്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ എ വെക്കേഷൻ അല്ല വെക്കേഷൻ കേട്ടോ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. വെക്കേഷൻ. അവധി സമയത്ത് കുടുംബം
അവധി ചിലവഴിച്ച സമയത്ത് അവിടെ അപ്പാർട്ട്മെന്റിൽ കള്ളൻ കയറി. അപ്പൊ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുക എന്ന അർത്ഥത്തിന് വരുന്ന ഫ്രേസൽ വെർബ് ബ്രോക്ക് ഇൻ ടു ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ബാക്കി ഓപ്ഷനിലുള്ള 3 ഫ്രേസൽ വെർബും നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കണ്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നുള്ള ചോദ്യം തന്നെയായിരുന്നു. ദെൻ അടുത്ത ചോദ്യം, ആന്റിനാസ് ഡാഷ് ഏബിൾ കോക്രോച്ചസ് ടു സെൻസ് ദിയർ സറൗണ്ടിങ്സ്. അപ്പോൾ കോക്രോച്ചസിന്റെ ആന്റിന അല്ലെ, കോക്രോച്ചിന്റെ ഒരു ചുണ്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു തലയുടെ ഭാഗത്ത് വരുന്ന ആ 2 ആന്റിനാസ് അവയ്ക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സഹായകമാകും അല്ലെ, സഹായകമാകും. അപ്പൊ ഇത് പ്രിഫിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കറക്റ്റ് പ്രിഫിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊരു വേർഡിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതിന്, ഇപ്പൊ കണ്ടില്ലേ ഏബിളിന്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ് അല്ലെങ്കിൽ അൺ എൻ എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ ആഡ് ചെയ്യുന്നതിന് പ്രിഫിക്സ് എന്നും, ഇതിന്റെ അവസാനത്തിലാണ്, അപ്പൊ അവസാനത്തിൽ നമ്മൾ ഏബിൾഡ് ഡി ആഡ് ചെയ്യുകയാണെങ്കിൽ സഫിക്സ് എന്നും പറയും. അപ്പൊ ഒരു വേർഡിന്റെ തുടക്കത്തിൽ നമ്മൾ കുറച്ച് ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്നതിന് പ്രിഫിക്സും അതിന്റെ ഒടുക്കത്തിൽ ആഡ് ചെയ്യുന്നതിന് സഫിക്സ് എന്നും പറയും. അപ്പൊ ഇവിടെ നമുക്ക് സാധ്യമാക്കി എന്ന അർത്ഥമാണ് വരേണ്ടത്. അപ്പൊ ഇനേബിൾ ആണ് അല്ലെ, ഇനേബിൾ. ഡിസേബിൾ, അനേബിൾ ഒക്കെ എന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ഇനേബിൾ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സിംഗുലർ പ്ലൂറൽ നൗണിൽ നിന്നുള്ള ചോദ്യമാണ്. ദ ഫിനോമിനൻ ഓഫ് ഗ്ലോയിങ് സീ വാട്ടർ സിഗ്നിഫൈസ് ചേഞ്ചസ് ഇൻ ദ മറൈൻ എൻവയോൺമെന്റ്. കടൽ വെള്ളത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ, കടൽ വെള്ളത്തിൽ മാറ്റം വരിക എന്ന പ്രതിഭാസം എന്തിനെ സൂചിപ്പിക്കുന്നു? അത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഫിനോമിനൻ അത് പ്രതിഭാസം സിംഗുലർ ആണ്. അതിന്റെ പ്ലൂറൽ എന്താണ് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്ലൂറല് ON-ൽ അവസാനിച്ചാൽ, ഇത് പ്ലൂറൽ അല്ല, ഐഡന്റിഫൈ ദ പ്ലൂറൽ ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഇത് സിംഗുലർ ആണ്. ഇതിന്റെ പ്ലൂറൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ON-ൽ അവസാനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ON റിമൂവ് ചെയ്തിട്ട് അവിടെ A ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫിനോമിന അല്ലെ, ON റിമൂവ് ചെയ്ത് അവിടെ A ചേർക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ഫിനോമിന ആണ് ഉത്തരമായിട്ട് വരുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് സഹായകമായിട്ടുള്ള പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. സോ പുതിയൊരു ക്ലാസ്സിൽ പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.